ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വല്ലപ്പോഴുമാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. എന്നാൽ പിന്നെ ഇന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലേഷ്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്രൗഡഡ് ഒരു സ്ട്രീറ്റിലോട്ടാണ്, ബുക്കിറ്റ് പിന്താങ്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണിത്. മലേഷ്യയിൽ നിങ്ങൾ ഒരു നൈറ്റ് എക്സ്പ്ലോറിങ്ങിന് അല്ലെങ്കിൽ ഒരു നൈറ്റ് ഔട്ടിന് ഇറങ്ങാന്നുണ്ടെങ്കിൽ പറ്റിയ ഒരു സ്പോട്ട് ഇത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 10 o'clock കഴിഞ്ഞാൽ മലേഷ്യയിൽ ഓൾമോസ്റ്റ് ഒരു 90% ഷോപ്പും ഒക്കെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഗൾഫ് കൺട്രീസിലൊക്കെ പോലെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏരിയാസ് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ തന്നെയും മസാജിങ് സെൻറ്റേഴ്സും ബാറും നൈറ്റ് ക്ലബ്ബും ഒക്കെ തന്നെയാണ്. അപ്പം അത്തരം ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ അത്രയ്ക്കങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് നമുക്കിതിൻ്റെ സൈഡിലൂടെ പതിയെ അങ്ങോട്ട് പോവാം. ഇവിടെ കുറേ കുനാഫാസും അതുപോലെ അറബിക് സ്വീറ്റ്സൊക്കെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പ് കാണാം കേട്ടോ. മെയിനായിട്ട് ഇവിടെ ഉള്ള ഫുഡ് തന്നെയാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയിലോട്ട് കൂടുതൽ പേരും വരുന്നത് കേട്ടോ. ഫുഡിൻ്റെ ഒരുപാട് ഷോപ്പ് കാണാം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ലൈവായിട്ട് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്രൗഡഡ് ആയിരിക്കും കേട്ടോ. ഇതിപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് വീക്കെൻഡിലല്ല, വീക്ക് ഡേയ്സിലാണ്. എന്നിട്ട് പോലെയാണ് നിങ്ങൾ ഈ കാണുന്ന ഇത്രയ്ക്കധികം ക്രൗഡുള്ളത് കേട്ടോ. കുറേ പേര് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആ ഒരു എന്താ പറയുക, ഒരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. മിക്കവാറും ടൂറിസ്റ്റുകളായിരിക്കും. ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അവിടെ നിന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പാല് പോയി പിടിക്കണോ? അതിൻ്റെ കേസാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് അവനറിയണില്ല, പാവം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഏരിയയിലോട്ട് പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം കേട്ടോ. വലിയ ഇൻട്രസ്റ്റോടെ പോകുന്നത് കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട. ഫുഡ് വാരി കഴിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല, നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം പോവാണ്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇവിടുത്തെ ഫുഡെല്ലാം നമുക്ക് വാരി വലിച്ച് ട്രൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തവർക്ക് മനസ്സിലാവും. അപൂർവം ചില ഐറ്റംസ് മാത്രമേ നമുക്ക് ട്രൈ ചെയ്യാൻ. മാങ്ങയാണ്, ചക്കല്ല. അതവിടെ ചക്ക. മാങ്ങ തൂക്കിട്ട് നോക്കിയേ. ഇതിനല്ലാണ്ട് ശരിക്കുള്ള മാങ്ങ തന്നെ. അതെ, ആ മാങ്ങയാണ് മുറിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടാവും. അത് മാങ്ങ തന്നെ അല്ല, സോറി, ഒറിജിനൽ മാങ്ങ അല്ല കേട്ടാ, പ്ലാസ്റ്റിക്കിന്റെ മാങ്ങ. കണ്ട ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലേ. എന്താ മക്കളെ, ദുരിയാൻ 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 വന്നു. ദുരിയാൻ മക്കണോ? ദുരിയാൻ 15 ഇറങ്ങിട്ടുള്ളൂ. മക്കളെ മേടിച്ചെടുത്താലോ? ചക്കക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ സ്റ്റാള്. ഇവിടെ ഫുള്ള് ആൾക്കാർ പുറത്തിരുന്നിട്ടാണ് നല്ല ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ഒക്കെ വന്നാൽ ഞാൻ ആറ് നോക്കിയമ്മോ. അയ്യോ, തൊടാൻ പറ്റില്ല. അവരിത് ഫ്രഷ് ജ്യൂസ് അടിച്ചു കൊടുക്കണതാണ് ആ സാധനം. എവിടെ? ഷേസിക്കൊരെണ്ണം മേടിക്കട്ടെ. ഒക്ടോപ്പസ് ഒക്ടോപ്പസ്. ഇതാ ഷേസി മോനെ എൻ്റെ സാധനം. ഇതിനെന്താ റേറ്റ് വെച്ച് നോക്കിയേ. ഇത് മറ്റേ ഇതാണ് ഷേസിമോൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞ സാധനം.
ഉണ്ടാക്കാന്നാ ഇപ്പൊ പറ്റിക്ക. ഫ്രൈഡ് ദുരിയാൻ, അമ്മ ദുരിയാൻ പൊരിച്ചതുണ്ട്. ഇതാ മോനെ ഒക്ടോപ്പസ്. ഇത് തന്നെ ഈ നീരാളി. ആ നോക്ക്, ഇതാ ചെറുത്. ആ പച്ചർച്ചി തന്നെ. ഇത് കൂന്തലാ, ഞണ്ടല്ല. ഇത് കൂന്തലാണിത്. ആ നീരാളി, നീരാളി, ചോപ്പ് നീരാളിയും വെള്ള നീരാളിയും ഏത് വേണമെങ്കിലും എടുക്കാം. ഇതെന്താ മകരാറ്റോ പേര് വായിക്കാണ്ട്? എന്തിന്റെ ഇറച്ചിയാ? ആ പോർക്കാണ് മോനെ, പോർക്ക്. അതെന്താ? അല്ല നോ ഫോട്ടോ എഴുതിയിട്ടുണ്ടല്ലോ, നോ ഫോട്ടോ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ ഐറ്റംസിൻ്റെയും പേര് സത്യമായിട്ടും എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും പലതും എനിക്കെപ്പോഴും അജ്ഞാതമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ടൈപ്പ് ഓഫ് മലേഷ്യൻ ഫുഡ്സ് ഉണ്ട് ഇവിടെ. വെറൈറ്റീസൊക്കെ താല്പര്യപ്പെടുന്നവർക്കൊക്കെ കഴിച്ചു നോക്കാം കേട്ടോ. ഭയങ്കര വലിയ ഞണ്ടറിയാം. ആ അത് ചെമ്മീന്. ഷേജിമോനെ ഞണ്ട് വേണം, ഞണ്ട്. ഷേജിയെ ഒരു ഞണ്ടിറച്ചി പിടിച്ചാലോ? ഇതെങ്ങനെ ലെയർ ജ്യൂസ് ആയിട്ടിരിക്കണേ? ആ അത് നമ്മളെ ഒരു വട്ടം മേടിച്ചിട്ടുള്ള സാധനല്ലേ. ഷേജിമോനെ നല്ല നല്ല സോസൊക്കെ ചേർത്തിട്ടാടാ ഫ്രൈ ആണ്. ഒരു നീരാളി ഫ്രൈ എടുക്കട്ടെ ഷേജിൻ? ഒരു കഷ്ണം കണ്ടാ, അയാള് കഴിക്കണ പോലെ കഴിക്ക. മോമോസിന്റെ വേറെ വെർഷനോ? പക്ഷെ ഇതിന്റെ ഉള്ളില് ഫില്ലിങ് ഉണ്ടാണോ അല്ലേ? ഫില്ലിങ് ഉള്ളതാ? ഭയങ്കര ക്യൂ ആണല്ലോ. ഇവിടെ വരുന്നവർക്ക് ഞാനൊരു സജഷൻ തരാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ ഒന്ന് ഡെസേർട്ട്സൊക്കെയാണ്, പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളാണ്. കട്ട് ഫ്രൂട്ട്സൊക്കെ ആ തരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ചിക്കൻ്റെ ഐറ്റംസ് ചിലതൊക്കെ ട്രൈ ചെയ്യാം, എന്നാലും ചിലതിൻ്റെ അതിന് മേലെ ചേർത്തിട്ടുള്ള ആ ഒരു സോസൊന്നും നമുക്ക് ചിലപ്പോൾ പിടിച്ചോളണമെന്നില്ല. പിന്നെ ദുരിയനൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഒരു ഗട്ട്സ് തന്നെ വേണം കേട്ടോ. എനിക്കൊക്കെ ദുരിയൻ്റെ ആ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ദേ ഇവിടെ കട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഷുഗറിൽ ഡിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ എൻ്റെ ഫേവറേറ്റ് പാണ്ടൈസിലോട്ട് പോയി. അതെവിടെ കണ്ടാലും ഞാൻ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് 1-2 ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുക്കിറ്റ് പിനാങ്ങിലെ ഷവർമ്മ ഫേമസ് ആണ് കേട്ടോ. കുറേ അറബിക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വീക്കെൻഡിൽ ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റില്ല, അത്രയും തിരക്കും. നമുക്ക് പാർക്ക് ചെയ്യാനോ നമുക്കവിടെ ക്യൂ നിൽക്കാനോ ഒട്ടും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാവല്. ഇതിപ്പം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു 4 ഷവർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 3/4 മണിക്കൂറിനടുത്ത് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിന് അവസാനം ഷവർമ്മയൊക്കെ കിട്ടി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏതാണ്ട് 12 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ വെച്ച് വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.